ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്ന ഐറ്റം എന്ന് പറയുന്നത് നമുക്കൊരു സ്നാക്കായിട്ടും അതുപോലെ തന്നെ ഒരു നേരത്തെ ഫുഡായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സാധനമാണ് കേട്ടോ. ചിക്കൻ നാനാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ നോമ്പൊക്കെയാണ് വരുന്നത്. നോമ്പിനൊക്കെ നമ്മളിപ്പം ചായ പലഹാരമായിട്ട് വേറെ അതുപോലെ തന്നെ പത്തിരിയായിട്ട് വേറെയൊക്കെ ഉണ്ടാക്കേണ്ട ഇതൊക്കെ അല്ലേ. അപ്പോൾ അതിനൊന്നും ആവശ്യമില്ല. ഇതൊരൊറ്റ ഒന്ന് ഉണ്ടാക്കിയാൽ അതന്നെ മതി ട്ടോ. നമുക്ക് സ്നാക്കായിട്ടും പത്തിരിയായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സാധനമാണ്. പണിയും കുറവാണ്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക കേട്ടോ. കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു മാവ് ഉണ്ടാക്കണം. നാനിൻ്റെ മാവാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ മൈദപ്പൊടിയിലാണ് ഉണ്ടാക്കുന്നത് ട്ടോ. മൈദയിലും ചെയ്യാം, അതുപോലെ തന്നെ ആട്ടപ്പൊടിയിലും ചെയ്യാം ട്ടോ. നമ്മളെ ഗോതമ്പ് പൊടിയിലും ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 4 കപ്പ് മൈദയാണ് എടുത്തത്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടി ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. അതൊരു 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് ട്ടോ. 4 കപ്പിന് 2 ടീസ്പൂൺ ചേർത്താണ്. പിന്നെ വേണ്ടത് 2 മുട്ടയാണ് ട്ടോ. 2 മുട്ട ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് പാലാണ്. അത് കാച്ചിയതോ കാച്ചാത്തതോ ഏത് പാലും എടുക്കാം. 1 കപ്പ് പാലും കൂടെ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണ്ടത് ഒരു 1/4 കപ്പ് ഓയിലാണ്. ഓയിലിന് പകരം നിങ്ങൾക്ക് ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം ട്ടോ. ഒരു 1/4 കപ്പ് ഓയിലും ചേർത്ത് കൊടുത്താണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കുഴക്കുന്ന സമയത്ത് ഇനി വെള്ളം നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കുക ട്ടോ. അപ്പോൾ അത് നന്നായിട്ട് കുഴച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളൊരു ചപ്പാത്തിക്ക് കുഴക്കണ ആ ഒരു പാകത്തിലാണ് കുഴച്ചെടുക്കേണ്ടത് കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. എന്നാൽ ഭയങ്കരമായിട്ട് സ്റ്റിക്കി പാകമോ അങ്ങനെ ഒന്നും വേണ്ട. സാധാരണ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ കുഴക്കുന്ന ആ ഒരു പാകത്തിലാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. ഇത് കുഴക്കാൻ വേണ്ടിയിട്ട് ഒരു 3/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടാണ് എനിക്ക് കുഴക്കാൻ കഴിഞ്ഞത് ട്ടോ. അപ്പോൾ വെള്ളം ഓരോരുത്തരുടെ പൊടിക്കനുസരിച്ച് ചെറിയ മാറ്റം ഉണ്ടാവും അളവ്. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് കുഴച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു അരമണിക്കൂർ ഇവിടെ ടൈമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒരു കവറിലാക്കിയിട്ടാണ് വെക്കുന്നത്. അരമണിക്കൂർ കൊണ്ടൊന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു മണിക്കൂർ ടൈം ഉണ്ടെങ്കിൽ ചെമ്പിൽ വെച്ചാൽ മതി. ഒരു മണിക്കൂർ വെച്ചാൽ അത്രയും നല്ലതാണ്. ഇനിയിപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ് ഉണ്ടാക്കുന്നത് ട്ടോ. ഒരു ചിക്കൻ്റെ ഫില്ലിംഗ് ആണ് ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി നമുക്ക് കുറച്ച് ഓയിൽ വേണം. 1 ടേബിൾ സ്പൂൺ മതി ട്ടോ. ഞാനിവിടെ ഒലിവ് ഓയിലാണ് ചേർക്കുന്നത്. അതിന് പകരം നിങ്ങൾക്ക് സൺഫ്ലവറോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഇഷ്ടമുള്ളത് ചേർക്കാം. ഞാനിപ്പോൾ ഒലിവ് ഓയിൽ എടുത്തന്നേ ഉള്ളൂ. 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തു. അതിലേക്ക് ഒരു വലിയ ഉള്ളി ഞാൻ അരിഞ്ഞ് വെച്ചതാണ് ട്ടോ. ഒരു വലിയ സൈസുള്ള ഉള്ളിയാണ്. അത് ഇട്ട് കൊടുക്കുക. അതൊന്ന് ചെറുതായിട്ടൊന്ന് വാടിക്കോട്ടെ ട്ടോ. ചെറുതായിട്ടൊന്ന് ട്രാൻസ്പെറൻറ്റ് ആയിക്കോട്ടെ. അപ്പോൾ അതാ ചെറുതായിട്ടൊന്ന് ഉള്ളി ഒന്ന് വാടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും മതി ട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനാണിത്. ഒരു ചിക്കൻ്റെ ഫുൾ ചെസ്റ്റ് പീസാണ് ഞാൻ എടുത്തത് ട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഗ്രാം പറയുകയാണെങ്കിൽ ഒരു 200 അല്ലെങ്കിൽ ഒരു 250 ഗ്രാമൊക്കെ ഉണ്ടാവും. അത് ഉപ്പിട്ട് വേവിച്ചിട്ട് ഞാനൊന്ന് ചിക്കി എടുത്തതാണ്. അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ട്ടോ. ഉപ്പ് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. അതിൽ വേറെ ഒന്നും ഇട്ടില്ല. ഇനിയിപ്പോൾ അതൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ട്ടോ. നമുക്ക് ആ ഉള്ളി മസാലക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. ചിക്കനിൽ ഓൾറെഡി ഉപ്പുള്ളതാണ്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർക്കാൻ വേണ്ടി പോണത് സ്പ്രിംഗ് ഒനിയൻ ആണ് ട്ടോ. ഒരു 3/4 കപ്പ് ഉണ്ടാവും. ഇതിൻ്റെ അളവ് പറയുകയാണെങ്കിൽ സ്പ്രിംഗ് ഒനിയൻ ഇനി നിങ്ങളെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ പകരം പാസ്ലിയോ അല്ലെങ്കിൽ മല്ലിച്ചപ്പോ ഏതെങ്കിലും ഒരു ഇല ചേർത്ത് കൊടുത്താൽ മതി ട്ടോ. സ്പ്രിംഗ് ഒനിയൻ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഉണ്ടെങ്കിൽ അതന്നെ ചേർത്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ മല്ലിച്ചപ്പോ അല്ലെങ്കിൽ പാസ്ലിയോ അങ്ങനത്തെ എന്തെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി. അപ്പോഴത്തേക്ക് ഞാൻ പൊടികൾ ഇട്ട് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ പാപ്രിക്ക പൗഡറും അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ തന്നെ നല്ല ജീരകത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ട്ടോ. അതും കൂടെ ഒന്ന് കൂട്ടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ 2 പൗഡറിന് പകരം നിങ്ങൾക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി ഇതൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ട്ടോ. ഇതിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിലാക്കി എടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു ഫ്ലേവറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ബാർബിക്യൂ സോസാണ്. ഒരു 2 ടേബിൾ സ്പൂൺ ബാർബിക്യൂ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചില്ലി സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ചില്ലി സോസുമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് നമ്മളെ സുർക്കല്ലേ വിനാഗിരി അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ടേസ്റ്റ് മൊത്തത്തിലൊന്ന് ബാലൻസ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് 1 ടീസ്പൂൺ സുർക്കയും കൂടെ ചേർത്ത് കൊടുത്തത്. ഇനിയിപ്പോൾ നിങ്ങളെ കയ്യിൽ ഈ ബാർബിക്യൂ സോസും ചില്ലി സോസും ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പകരം നമ്മളെ ടൊമാറ്റോ കെച്ചപ്പ് ഇല്ല. കെച്ചപ്പ് ചേർത്ത് കൊടുത്താൽ മതി. സോയാ സോസ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മളെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഉള്ളിൽ വെക്കാൻ പോകുന്ന ഫില്ലിംഗ്. ഇനിയിപ്പോൾ അതവിടെ മാറ്റി വെക്കുക. ഇനിയിപ്പോൾ അത് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ മാവൊന്ന് സെറ്റായി വന്നതാണ് കേട്ടോ. അപ്പോൾ കവറിൽ വെച്ചാൽ ഞാൻ എപ്പോഴും പറയുന്നതാണ് അതൊരു ടിപ്പാണ്. പെട്ടെന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. നമ്മളിപ്പോൾ ബട്ടൂരൊക്കെ നാനിനൊക്കെ കുഴച്ച് വെക്കുന്ന സമയത്ത് അധികം സമയം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു കവറിൽ നന്നായിട്ട് കെട്ടി വെച്ചാൽ മതി. ഇനിയിപ്പോൾ അത് കുഴച്ച് വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് ഉരുള വെക്കാൻ വേണ്ടിയിട്ടൊന്ന് മുറിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ എത്ര വലുപ്പത്തിലുള്ള നാനാണോ നിങ്ങൾ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് വലുപ്പത്തിലുള്ള ഉരുള ഉരുട്ടിയെടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ വലിയ ടൈപ്പിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പൊടിയിൽ ഞാനിപ്പോൾ ഒരു 6 അല്ലെങ്കിൽ 7 ഉരുളാണ് ഇപ്പോൾ ഉള്ളത്. 7 ഉരുള കിട്ടിയിട്ടുണ്ട് കേട്ടോ. 6 എണ്ണം നല്ല ഒത്ത സൈസുള്ളതും ഒന്നൊരു ചെറുതുമാണ്. ആ ഒരു അത്രയും ഇതിലാണ് ഈ ഒരു അളവ് കൊണ്ട് എനിക്ക് കിട്ടിയത്. കുറച്ച് അത്യാവശ്യം വലുപ്പത്തിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ അതിൽ നിന്ന് ഓരോ ഉരുട്ടി വെച്ച ഓരോ ഉരുള എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കുക കേട്ടോ. നമ്മളൊരു ബട്ടൂര പരത്തുന്ന ആ ഒരു തടിയിൽ പരത്തിയെടുത്താൽ മതി. ഭയങ്കര നൈസാക്കണ്ട, ചപ്പാത്തിൻ്റെ നൈസാക്കണ്ട. ഒരു ബട്ടൂരൻ്റെ തടിയിൽ ഒന്ന് പരത്തിയെടുക്കുക.
അപ്പോൾ അതാ നന്നായിട്ടൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട് ഈ ഒരു തടിയിൽ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കണം കേട്ടോ. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മളെ ചിക്കൻ്റെ ഫില്ലിംഗ് ഇല്ലേ, ആ ഫില്ലിങ് ഇതിൻ്റെ നടുവിലേക്ക് വെച്ച് കൊടുക്കുക. ഫില്ലിങ് വെക്കുമ്പോൾ ശ്രദ്ധിക്കുക, കുറച്ച് അത്യാവശ്യം നല്ലോണം തന്നെ വെക്കണം കേട്ടോ. കാരണം ഇത് കറിയൊന്നും വേറെ കൂട്ടിയിട്ട് കഴിക്കുന്നതല്ല, ഇത് മാത്രമാണ് തിന്നുക. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നല്ലോണം ഫില്ലിങ് വേണം. എന്നിട്ട് ഇതിനെ കംപ്ലീറ്റ് ഒന്ന് കൂട്ടിപ്പിടിച്ചിട്ട് ഇതിനൊന്ന് എന്താ പറയുക, ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ. ഫോൾഡ് ചെയ്യല്ല, ഇതിനൊന്ന് എന്താ പറയുക, അടച്ചെടുക്കുക എന്ന് അറിയില്ല, അങ്ങനെ കംപ്ലീറ്റ് ഇതാനതാ ഒന്ന് കൂട്ടിപ്പിടിച്ചിട്ട് ഇതാ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിനൊന്ന് ഒട്ടിച്ചെടുക്കുക. നമ്മളിങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ അത് അവിടെ ഒട്ടിക്കോളൂ കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് എടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം മാത്രം നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. ഇനിയിപ്പോൾ അത് നന്നായിട്ട് പ്രസ് ചെയ്തിട്ടുണ്ട്. കുറച്ച് പൊടി ഒന്ന് അടിയിലും മേലെയും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് പരത്തിയെടുക്കുക. പരത്തുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ അടിയിലുള്ള മാവ് ഫില്ലിങ് അങ്ങോട്ട് പൊട്ടി പോരരുത് കേട്ടോ. അത് ശ്രദ്ധിച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കുക. ഇനി ഏതുവരെയാണ് പരത്തേണ്ടതെന്ന് വെച്ചാൽ ഉള്ളിലത്തെ ഫില്ലിങ് ഇങ്ങനെ ചെറുതായിട്ട് കാണാൻ വേണ്ടി തുടങ്ങും. ആ ഒരു ഇതിലാകണ വരെ ഒന്ന് പരത്തിയെടുക്കുക കേട്ടോ. 2 ഭാഗവും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് പരത്തണം. ഇല്ല ഒരു ഭാഗം മാത്രം പരത്തുന്ന സമയത്ത് അടിയത്തെ ഭാഗം പൊട്ടിപ്പോവും. അതുകൊണ്ട് ഇങ്ങനെ 2 പരത്തൽ ഇങ്ങനെ മുകളിൽ പരത്തി കഴിഞ്ഞാൽ തിരിച്ചിടുക, എന്നിട്ട് അടിഭാഗവും പരത്തി കൊടുക്കുക കേട്ടോ. അങ്ങനെയാണ് ഇത് പരത്തിയെടുക്കേണ്ടത്. അപ്പോൾ ചെറുതായിട്ട് നമ്മളെ ഫില്ലിങ് കാണാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അതുവരെയാണ് പരത്തിയെടുക്കേണ്ടത്. ഇതിപ്പോൾ കണ്ടില്ലേ, ഈ ഭാഗം കൂടി ഒന്ന് പരത്തി കഴിഞ്ഞാൽ ഫില്ലിങ് ഇതാ റെഡിയായിട്ട് നന്നായിട്ട് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും മതി. പിന്നെ നമ്മൾ ചൂടായ പാനിലിട്ടിട്ട് ഇതിനെ ചുട്ടെടുക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ പാൻ ഇവിടെ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഈ ഓരോ പരത്തി വെച്ചത് ഓരോന്നെടുത്തിട്ട് ഒന്ന് ചുട്ടും. മൊത്തത്തിൽ ഞാൻ പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം പരത്തി വെച്ചിട്ടാണ് ചുടുന്നത്. ഇനിയിപ്പോൾ ഒരു ഭാഗം ഒന്ന് അടിയിൽ ചൂടായി എന്ന് കണ്ടു കഴിഞ്ഞാൽ ബട്ടറാണ്. ബട്ടർ ഞാനിവിടെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ബട്ടറാണ് തേച്ച് കൊടുക്കുന്നത് കേട്ടോ. ബട്ടറിന് പകരം നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ, കുഴപ്പമില്ല. ഞാനിപ്പോൾ ബട്ടറാണ് എടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ബട്ടർ ഒന്ന് പരട്ടി കൊടുക്കുക. അപ്പോൾ അടിഭാഗം ഒന്ന് ചൂടായി കഴിഞ്ഞാലാണ് നമ്മൾ ഈ ബട്ടർ പരട്ടി കൊടുക്കേണ്ടത്. എന്നിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഫസ്റ്റത്തെ തിരിച്ചിടലാണ് തിരിച്ചിട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പം ഈ മേൽഭാഗമില്ലേ, ഈ മേൽഭാഗം ഒന്ന് ചൂടായി എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒന്ന് അതിൻ്റെ മേലെ ഇതേപോലെ തന്നെ ഒന്ന് ബട്ടർ ഒന്ന് പരട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ മേൽഭാഗത്തും ഞാൻ ബട്ടർ നന്നായിട്ടൊന്ന് പരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് അടിഭാഗം ഒന്ന് വെന്താൽ തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ മേലെയും താഴെയും നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് നന്നായിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. അത് നല്ല ബോൾ പോലെ പൊള്ളിയൊക്കെ വരും കേട്ടോ. ഒറ്റൊന്നും പൊള്ളാണ്ടൊന്നും നിൽക്കില്ല, എല്ലാം നല്ലോണം പൊള്ളിയൊക്കെ വരും. നമ്മളെ പത്തിരിയും ചപ്പാത്തിയൊക്കെ ചുടുന്ന പോലെ തന്നെയാണ്. നന്നായിട്ട് വേവിച്ചെടുക്കുക. പിന്നെ ഈ റൊട്ടിക്ക് അധികം കനമൊന്നുമില്ല കേട്ടോ. നമ്മൾ നന്നായിട്ട് പരത്തിയെടുത്തത് കൊണ്ട് നന്നായിട്ട് വെന്തൊക്കെ വരും. പിന്നെ അത് നിങ്ങൾക്ക് ഓവനിൽ ബേക്ക് ചെയ്യുകയും ചെയ്യാം കേട്ടോ. 200 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. എന്നാലേ അങ്ങനെയാവും. എല്ലാം നിങ്ങൾക്ക് ഇങ്ങനെ ചുട്ടെടുക്കാനാണ് ഈസിയെങ്കിൽ ഇതും ചുട്ടെടുക്കുക. അപ്പം ഓവൻ ആകുന്ന നേരം ചില ആൾക്കാരുടെ അടുത്ത് ഓവൻ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ പാനിൽ ചുട്ട് കാണിച്ചു തരുന്നത് കേട്ടോ. ഓവനിൽ വെക്കാം, അങ്ങനെയും ചെയ്യാം. ഇതിപ്പോൾ കണ്ടില്ലേ, 2 ഭാഗം നന്നായിട്ട് പൊള്ളി വന്നാണ്. ഇനിയിപ്പോൾ ഞാനിത് എടുക്കാൻ വേണ്ടി പോവാണ്. എടുക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ കുറച്ചും കൂടെ ബട്ടറാക്കി കൊടുത്തതിൻ്റെ ശേഷം ഇതിൻ്റെ മേലെ ഞാൻ ഒരു വെള്ള കളറിലുള്ള എള്ളില്ലേ, അത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളുത്ത എള്ളോ അല്ലെങ്കിൽ കറുത്ത എള്ളോ അല്ലെങ്കിൽ കരിഞ്ജീരകമോ ഇഷ്ടമുള്ള ഇടാം. തിന്നുമ്പോൾ ടേസ്റ്റാണ്, കാണാനും ഭംഗിയാണ്, അതിനാണ് ഇട്ട് കൊടുത്തത്. ഇനിയിപ്പോൾ അത് അടുത്തോ ഞാൻ ഒന്നും കൂടെ ഒന്ന് സ്പീഡാക്കി കാണിച്ചു തരാം. അത് ആദ്യത്തേത് ഇട്ട് കൊടുത്തിട്ട് അടിഭാഗം ഒന്ന് ചൂടായാലും ഒന്നും കൂടെ ഒന്ന് ബട്ടർ പരട്ടി കൊടുക്കുക. ഫസ്റ്റത്തെ ബട്ടർ പരട്ടലാണ്. എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് മേൽഭാഗത്തും ഇതേപോലെ തന്നെ ഒന്ന് ബട്ടർ ഒന്ന് പരട്ടി കൊടുക്കുക. എന്നിട്ട് 2 ഭാഗവും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നന്നായിട്ട് പൊള്ളിച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് പൊള്ളി വരും. ആ പൊള്ളി വന്നാലാണ് ഇത് വെന്തെന്നുള്ളത് നമുക്ക് മനസ്സിലാവുക കേട്ടോ. നന്നായിട്ട് പൊള്ളിച്ചെടുക്കണം. എന്നിട്ട് പ്രസ് ചെയ്ത് വേവിച്ചെടുക്കുക. എന്നിട്ട് എടുക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ കുറച്ചും കൂടെ ബട്ടറാക്കിയിട്ട് അതിൻ്റെ മേലെ കുറച്ച് എള്ള് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ചുട്ട് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ചിക്കൻ നാനാണിത്. സൂപ്പറാണ്. ഇത് സ്നാക്കായിട്ടും നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ തന്നെ ഒരു നേരത്തെ ഭക്ഷണമായിട്ടും നമുക്ക് ഉപയോഗിക്കാം. അപ്പം നോമ്പിനൊക്കെ വളരെ ഉപകാരമാണ് ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ കേട്ടോ. 2 എണ്ണം ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇങ്ങനെ ചെറിയ പീസായിട്ട് മുറിച്ച് വെച്ചാൽ അത് സ്നാക്കും ആവും. പിന്നെ നമുക്ക് പത്തിരിക്ക് പകരമായിട്ട് തിന്നാനും പറ്റും കേട്ടോ. ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത്, അതിൻ്റെ സൈഡ് ഡിഷായിട്ട് ഞാൻ ഉണ്ടാക്കിയത് യോഗട്ടാണ് കേട്ടോ. തൈര് മല്ലിച്ചപ്പും പുതിനയും ചേർത്തിട്ട് അരച്ച് വെച്ചതാണ്. ഇപ്പോൾ ഇതിൻ്റെ സോഫ്റ്റ്നെസ് കണ്ടില്ല, നല്ല ചൂടാണ് ഇതുള്ളത്, എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അതേപോലെ തന്നെ മേൽഭാഗം നമ്മൾ ചൂടോടുകൂടി കഴിക്കുകയാണെങ്കിൽ മേൽഭാഗം കുറച്ചൊരു ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉൾഭാഗം കാണിച്ചു തരാം. നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇതിപ്പോൾ നല്ല ചൂടാണ് ഞാൻ മുറിച്ചെടുക്കുന്നത്. കൈ നല്ല പൊള്ളുന്നുണ്ട്. എന്നാലും ഞാൻ ഉള്ളിൽ കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടില്ല, നല്ല ഒന്നും വേണ്ട, വേറൊരു കറിയോ ഒന്നും ആവശ്യമില്ല. വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അറിയാണ്ട് ഇങ്ങനെ കഴിച്ചു പോകും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാധനമാണിത്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അതേപോലെ തന്നെ ഈ ഒരു തൈരിൻ്റെ കൂടെ കൂട്ടി കഴിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ആ ഒരു തൈര് എങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ മല്ലിച്ചപ്പ്, പുതിന, ഗാർലിക്, പച്ചമുളക് ഇതും തൈരും കൂടെ കൂട്ടിയിട്ട് അരച്ചെടുത്തതാണത് കേട്ടോ. ആ ഒരു നമ്മൾ റായ്ത്ത എന്ന് പറയില്ല, അതാണിത്. അപ്പോൾ എല്ലാവരും ഈ ഒരു സാധനം ഉണ്ടാക്കി നോക്കുക, ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് അടുത്തതിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.